രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ അവരുടെ കല്യാണമാണ്. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് രേവതിയും സച്ചിനെയും കാണുന്നത്. അങ്ങനെ രേവതിയുടെ കഴുത്തിലേക്ക് സച്ചി മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ അവർ രണ്ടുപേരും അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം താലി കെട്ടും കേട്ടോ. താലി കെട്ടി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ട് അവരെ അനുഗ്രഹിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനുഗ്രഹിക്കും. രേവതിയുടെ അമ്മ വന്ന് അനുഗ്രഹിക്കുന്നു, അവരുടെ അച്ഛമ്മ അനുഗ്രഹിക്കുന്നു, അങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കുകയാണ്. അത് ഞാനിപ്പോൾ പറയുന്നുണ്ട് ചന്ദ്രമതിയോടും അനുഗ്രഹിക്കാമെന്ന്. ചന്ദ്രമതിക്കാണെങ്കിൽ അതൊന്നും വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ പറയാണ്, ഇന്ന് രേവതിനെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, രേവതിനെ നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കിയേക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. സച്ചിക്കാണെങ്കിൽ രേവതിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്. ഇന്ന് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് രേവതിനെ കാണിക്കുന്നത്. ആ ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല. ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമൊക്കെയാണ് മനസ്സിൽ. അപ്പോൾ പറയുന്നുണ്ട്, ഒരു അമ്മ വന്നിട്ടുണ്ട്, അവിടെ ഒരു ആൻറ്റി ഉണ്ട് റൂമിൽ, അപ്പോൾ ആൻറ്റീനെ കൂടെ വിളിക്കണം, കാരണം അന്ന് രേവതിനെ രക്ഷിച്ച അവരാണ്, അപ്പോൾ അവരും ഉണ്ട്, അപ്പോൾ അവരെ കൂടെ വിളിച്ച് അവരുടെ കൂടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ദേവുവിനോട് പറയണം റൂമിൽ ചെന്ന് വിളിച്ചിട്ട് വരാൻ. അപ്പം ദേവു ചെന്ന് വിളിക്കുകയാണ്. അപ്പോൾ സമയത്താണ് അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുവാണ്. അത് ശ്രുതിയുടെ അമ്മ ഇറങ്ങി പകുതി വരുമ്പോൾ ശ്രുതിനെയും കാണുന്നുണ്ട്, ശ്രുതി അമ്മേനെയും കാണുന്നുണ്ട്. രണ്ടു പേർക്കും അങ്ങ് ടെൻഷനാവുകയാണ്. പക്ഷേ ശ്രുതിക്ക് ആകെ പേടിച്ച് ശ്രുതി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ശ്രുതിനെ കാണിക്കുന്നത്. അപ്പോൾ താഴെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ശ്രുതിനെ അങ്ങനെ അവർ അറിയുന്ന ഭാവമൊന്നും നടിക്കുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അവരെ അനുഗ്രഹിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞ് റൂമിൽ ഉറങ്ങും, അപ്പം ഞാൻ അങ്ങോട്ട് പോകുമോ, കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോലെ കുഞ്ഞ് എഴുന്നേറ്റ് കരയും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ. എന്നിട്ട് ശ്രുതിയുടെ അമ്മ അവരെ അനുഗ്രഹിച്ചിട്ട് പോകും. അപ്പോൾ പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. അതിന് ശേഷം അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് എനിക്ക് വാഷ്റൂം വരെ ഒന്ന് പോകണം, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു. അതേസമയം ശ്രുതിയും ആ റൂമിലേക്ക് തന്നെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും കല്യാണിയെന്ന് വിളിക്കുക. പറയുന്നത് ഒന്ന് പതിയെ സംസാരിക്കും, ഇനി എല്ലാവരും ഒച്ച വെച്ച് അറിയിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്തിനാ മോനെയും കൂട്ടി കൊച്ചിനെയും കൂട്ടി ഇവിടെ വന്നത്, ഇവിടെ വരരുതായിരുന്നു. അപ്പോൾ പറയും എനിക്കറിയില്ലായിരുന്നു മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ പയ്യനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ വന്നതാണ്, അങ്ങനെ നിങ്ങൾ വരരുതായിരുന്നു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇനി എൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കണം, അല്ലേ തന്നെ എൻ്റെ ജീവിതം നശിപ്പിച്ചു, ഒരു കഷ്ടപ്പെട്ട ഒരു കരയ്ക്കടുപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ജീവിതവും കൂടെ നശിപ്പിക്കാൻ വരുന്നത്, ഇനി നിങ്ങളെന്നെ കാണത്തില്ല ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മയിരുന്ന് കുറേ കരയുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. അന്ന് മോനെ രക്ഷിച്ചത് രേവതി, അപ്പോൾ രേവതിയും മോനും ഭയങ്കര കൂട്ടാണ്, കൊച്ചിനാണേലും രേവതിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമോന് ഭയങ്കര കാര്യം രേവതീനെ. അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി എത്രയും വേഗം കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പൊക്കോണം, ഇനി ഇവിടെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് കരയുക. എന്നിട്ട് പറയുന്നു, അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഭക്ഷണം കഴിച്ചിട്ട് പോകാനല്ലേ പറയണത്, അപ്പോൾ പിന്നെ എങ്ങനെയാണ്, അപ്പോൾ പറയും ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കണ്ട. അപ്പോൾ പറയും രേവതി എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം. അവരോട് ചെന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞിട്ട് എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ഇപ്പം തന്നെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകണം എന്ന് പറയുക. മോനെ എടുത്തുകൊണ്ട് വേഗം പോകാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വേഗം റൂം തുറന്നു വെച്ചാൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകുക. അപ്പോൾ ശ്രുതിനെ ഇത്ര നേരമായിട്ട് കാണാത്ത എന്നാന്ന് ഓർത്ത് ഇങ്ങനെ ശ്രുതി നിൽക്കുമ്പോഴാണ് ശ്രുതി ഇറങ്ങി ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് നിൽക്കുക. അപ്പോഴത്തേക്കും അവരുടെ അച്ഛമ്മ പറയും എന്താ ശ്രുതിക്ക് ഇവരെ അനുഗ്രഹിക്കണ്ടേന്ന് നിൽക്കും. ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് എന്ത് ചെയ്യണം, ആകെ വല്ലാത്ത മൈൻഡൊക്കെ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതി പറയും വേണ്ട ഞാൻ അനുഗ്രഹിക്കേണ്ട, അവർക്ക് അത് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ പറയും അല്ല മോളും അനുഗ്രഹിക്കണമെന്നും പറഞ്ഞാൽ അവരുടെ അച്ഛമ്മ വിളിക്കുവാണ്, നീ അവരുടെ ഏട്ടത്തിയമ്മയല്ലേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോഴത്തേക്ക് ശ്രുതി ചെന്ന് അവരെ അനുഗ്രഹിക്കുക. അപ്പോഴത്തേക്ക് സച്ചി പറയും ഏട്ടത്തിയമ്മയെന്ന് കല്യാണം നടക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല, ഇനി ആ പേരിലൊന്നും ഞങ്ങളെ അനുഗ്രഹിക്കേണ്ട, അല്ലാതെ ഞങ്ങൾ അനുഗ്രഹിച്ചെങ്കിൽ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എന്നിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് അങ്ങ് സച്ചിയുടെ അടുത്തേക്ക് ശ്രുതിയുടെ അടുത്തേക്ക് മാറി നിൽക്കുവാണ്. രേവതിയുടെ സച്ചിയുടെ ഫോട്ടോ എടുക്കലും ഒക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് തീരെ പിടിക്കുന്നില്ല. ചന്ദ്രമതിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ചന്ദ്രമതി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ട് ഇഷ്ടം അല്ലാഞ്ഞിട്ട് കൂടി അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ശ്രുതിക്കാണ് ഭയങ്കര ടെൻഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ അവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരും കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പറയും മോളെ രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയും മോളെ എന്നാൽ ഞങ്ങൾ പോകുക, ഞങ്ങൾക്ക് വീട്ടിൽ വരെ ചെല്ലേണ്ട അത്യാവശ്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ പോകുക മോളെ എന്ന് പറയും. അതെന്താ ഇപ്പോൾ പോണേ, അല്ല അത്യാവശ്യമുണ്ട് മോളെ, അപ്പോൾ
മോൻ ഉറങ്ങുമല്ലേ, ആദിമോൻ ഉറങ്ങുമല്ലേ റൂമിൽ, അത് കുഴപ്പമില്ല, ആദിമോനെ ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്നാൽ ശരിയെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതിനുശേഷം അപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് ആദ്യം അവിടെ നിന്ന് ഇറങ്ങി വരുമോ. കൊച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് റൂമിൽ ആരെയും കാണുന്നില്ല. കൊച്ചിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ആ റൂമിൽ ആരെയും കാണുന്നത് കൊച്ച് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങ് വരുവാണ്. കൊച്ച് സ്റ്റെപ്പ് ഇറങ്ങി പകുതി ഇങ്ങ് വന്നപ്പോഴത്തേക്കും ശ്രുതിനെ കാണും. അപ്പോൾ ശ്രുതിനെ കാണുമ്പോഴത്തേക്കും ആൻറ്റീന്നും പറഞ്ഞ് വിളിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ എല്ലാവരും ശ്രുതിനെയാണ് നോക്കുന്നത്. ശ്രുതിയാണെങ്കിൽ കൊച്ചിനെ നോക്കി ഇങ്ങനെ ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ കാണിക്കുന്നുള്ളൂ. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.